കല്യാണം കഴിഞ്ഞപ്പോഴേ വന്ന് തുടങ്ങി. അമ്മാച്ചൻ വിളിക്കുന്ന തെറി കേട്ടിട്ട് കുറെ ഡിമാൻഡ്സുകൾ വെക്കാൻ തുടങ്ങി. കുടുംബ ലൈഫായിരുന്നത് സീരിയൽ ഒരു പാർട്ടാണ്. അമ്മയുടെ കാൽപാദത്തിലാണ് മക്കൾക്ക് സ്വർഗം എന്നുള്ളതുണ്ട്. റൂമിലുള്ള കാര്യങ്ങൾ പോലും അനിയനുമായിട്ട് സംസാരിക്കും. ഈ അമ്മ തന്നെ പറയുന്നു കൊണ്ടുപോയി ചികിത്സയിലിടണം. ഞാൻ പഠിക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമസ്കാരം, ദ എക്സ് ഷോയിലേക്ക് സ്വാഗതം. ഈ എക്സ് നിങ്ങൾ ആരുമാകാം, ഈ എക്സ് നിങ്ങളുടെ ആരുടെയൊക്കെ എക്സ്പീരിയൻസുമാകാം. ഇന്ന് നമ്മളോ കൂടെ ഇരിക്കുന്ന എക്സിനെ ഞാൻ മീര എന്ന് വിളിച്ചോട്ടെ. മീര എന്ന പെൺകുട്ടി പഠിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയാണ്. അച്ഛൻ പ്രവാസ കാലത്ത് പ്രവാസ ജീവിതം നയിച്ച് ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളെല്ലാം കൊടുത്ത് മോൾക്കൊരു നല്ലൊരു ജീവിതം കിട്ടും എന്ന് പറഞ്ഞ് വിവാഹം ചെയ്ത് അയക്കുകയും, പക്ഷേ വെറും ഒരു ശരീരത്തിനും അല്ലെങ്കിൽ അടുക്കളപ്പണിക്കും വേണ്ടി മാത്രമായിട്ടൊരു സ്ത്രീ ജന്മം കുഴിച്ചു മൂടുന്ന ഒരു ഭവനത്തിലേക്ക് കയറിപ്പോവുകയും അവിടെ നിന്ന് കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പിൻ്റെ മേൽ അല്ലെങ്കിൽ കുഞ്ഞു ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഉപേക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഒരു കഥയാണ്, അതിജീവനത്തിൻ്റെ ഒരു കഥയാണ്. എന്തായാലും മീരയുടെ വാക്കുകളിലേക്ക് നോക്കാം. വിരാസുഖാണല്ലോ. പിന്നെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അല്ലേ മീരയുടെ? എങ്ങനെയായിരുന്നു ഡിഗ്രി കഴിഞ്ഞ സമയത്ത്? ഡിഗ്രി കഴിഞ്ഞു, വെക്കേഷൻ ആയിരുന്ന ടൈമില് എൻ്റെ അമ്മയുടെ അമ്മ, അതായത് മുത്തശ്ശി എന്നാണ് നമുക്ക് പറയാം. ആ വീട്ടിൽ ഞാൻ വെക്കേഷൻ ടൈമിൽ പോയി നിന്നപ്പോഴാണ് എനിക്ക് ബ്രോക്കർ വഴിയാണ് ഈ സംബന്ധം വരുന്നത്. ഫസ്റ്റ് വന്നു. എൻ്റെ വീട്ടിൽ വെച്ചല്ല കാണുന്നത്, ഈ മുത്തശ്ശിയുടെ വീട്ടിൽ വെച്ചാണ് കാണുന്നത്. ഞാൻ അവിടെ പോയി നിൽക്കാൻ കാരണം എൻ്റെ കൂടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അപ്പൊ ഞങ്ങൾ കൂട്ടായോണ്ട് വെക്കേഷന് മാറി തിരിഞ്ഞ് ഞങ്ങളെ വീട്ടിൽ നിൽക്കാറുണ്ട്. അപ്പോഴേക്കും ആലോചന ഇത് 2-3 വന്നു. പക്ഷെ ഇതാണ് ഫസ്റ്റ് വന്ന് എന്നെ കാണുന്നത്. കണ്ടു. അപ്പം ആ വീട്ടിൽ വെച്ച് കാണുമ്പോൾ എൻ്റെ വീട്ടുകാർ ചോദിച്ചിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വെച്ച് കാണണമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരന്റെ വീട്ടുകാരും പറഞ്ഞു വേണ്ട, ഇവിടെ മതി എന്ന് പറഞ്ഞു. അവരുടെ ഇഷ്ടത്തിനാണ് ആ വീട്ടിൽ വന്ന് എന്നെ പെണ്ണ് കാണുന്നു. 6 മാസത്തെ ഇത വെച്ചിട്ട് ചോദിച്ചു. എന്തൊക്കെ ചോദിച്ചു? ചോദിച്ചത് 50 പവൻ അവരൊരു മിനിമം പറഞ്ഞു. എൻ്റെ വീട്ടുകാർ ഒരു 60 പവനാണ് ഇട്ടത്. ഒരു കാറ് ഷിഫ്റ്റ് ഡിസൈൻ്റെ കൊടുത്തു. പിന്നെ അത് കല്യാണത്തിന്റെ ഒരു 2 ദിവസം മുന്നേ അവർക്ക് 5 സ്റ്റാർ AC വേണമെന്ന് പറഞ്ഞു. അതും ഒരു 50 സെന്റ് വസ്തു. ഇതാണ് എൻ്റെ വീട്ടുകാർ കൊടുത്തെന്ന് വെച്ചാൽ എൻ്റെ പാപ്പ എനിക്ക് ജീവിക്കാൻ വേണ്ടി തന്നതാണ്. പക്ഷെ അത് ആ പുള്ളിക്കും പുള്ളിയുടെ വീട്ടുകാർക്കാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അവരത് ഉദ്ദേശിച്ച് എന്നെ കെട്ടി. കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്ത്രീധനത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവർ സ്വർണ്ണം ആവശ്യപ്പെടുവായിരുന്നു. അതെന്തായിരുന്നു? സ്വർണ്ണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതായത് പുള്ളിയുടെ അമ്മയ്ക്ക് കുറച്ച് കടമുണ്ടോ എന്ന് പറഞ്ഞു. വന്നു. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ചോദിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു. അവർ വേറെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ആദ്യമൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്താണ് ആവശ്യം എന്നുള്ളത്. പുള്ളിയുടെ അമ്മയ്ക്ക് കടം എന്നുള്ള രീതി കേട്ടപ്പോഴത്തേക്ക് എനിക്കത് നല്ലൊരു തീരുമാനമായിട്ട് തോന്നിയില്ല. എൻ്റെ ഒരു ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതായത് പുള്ളിക്കും എൻ്റെ ജീവിതത്തിന്റെ ആവശ്യത്തിനാണോ എങ്കിൽ എൻ്റെ വീട്ടുകാർ പറഞ്ഞ് ഉപയോഗിക്കാം. അല്ലാതെ പുള്ളിയുടെ അമ്മയ്ക്ക് കടം തീർക്കാനോ അവരുടെ കുടുംബത്തിനുള്ള പാരാപ്തം വഹിക്കാനോ ആയിട്ടുള്ളതല്ല ഞങ്ങളുടെ സ്വർണം. അല്ലെങ്കിൽ ഫസ്റ്റ് തുടക്കം എനിക്ക് അതായിട്ടാണ് തോന്നിയത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞത് കുറെ ഡിമാൻഡ്സുകൾ വെക്കാൻ തുടങ്ങി. ഈ സ്വർണം ചോദിച്ചതിന് ശേഷം ഡിമാൻഡ്സ് ആണ് വരുന്നു തുടങ്ങിയത്. അതായത് അടുക്കള ഒരു വേലക്കാരിക്ക് തുല്യമായിട്ടുള്ള കുറച്ച് ഡിമാൻഡ്സ് വന്നു. ഒന്നെന്ന് പറയുന്നത് എന്നും രാവിലെ എണീക്കുക, മുറ്റമടിക്കുക, പിന്നെ അലക്കുക, പിന്നെ അമ്മിയിൽ അരയ്ക്കുക. അതായത് അവരുടെ അമ്മയ്ക്ക് മിക്സി ഉപയോഗിക്കാം, എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ പൈപ്പിൽ വെള്ളം അവരുടെ ഉമ്മയ്ക്ക് എടുക്കാം, എനിക്കെടുക്കാൻ പാടില്ല, കിണറ്റിന്ന് കോരണം. പിന്നെ തറ തുടയ്ക്കുക. അപ്പം തറ എല്ലാ ദിവസവും അവിടെ ആദ്യം 3 മക്കളാണ് ആ വീട്ടിലുള്ളത്. അതിൽ ഫസ്റ്റ് 3 ആൺകുട്ടികളാണ്. ആദ്യത്തേതാണ് ഞാൻ. അപ്പൊ അവിടെ ഒരു പൊടിക്കുട്ടി കുഞ്ഞുങ്ങൾ അങ്ങനെ ഒന്നുമില്ല. എപ്പോഴും വൃത്തിയായി കിടക്കേണ്ട ഒരു സാഹചര്യം ആ വീട്ടിലില്ല. അപ്പൊ അവര് പറഞ്ഞ ആ ഒരു കണ്ടീഷൻ വന്നപ്പോഴത്തേക്ക് അത് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്നിട്ട് ഞാനത് ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബാക്കിലോട്ട് വലിയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ മോൻ്റെ അടുത്ത് ഞാൻ ഇവിടെ ജോലിയൊന്നും ചെയ്യില്ല എന്നുള്ള രീതിക്ക് കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. അപ്പം ഈ പുള്ളിക്കാരൻ ഒരു ദിവസം ബെഡ്റൂമിൽ വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള ജോലികളെല്ലാം ചെയ്ത് തീർക്കുമെന്നുണ്ടെങ്കിൽ അതിനൊരു കൂലിയായിട്ട് അയാളുടെ ബെഡ് ഷെയർ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്. അതെന്ന് പറയുമ്പോൾ ഒരു പെണ്ണിന് കേട്ടാൽ സഹിക്കാൻ പറ്റാത്ത ഒരു പോയിന്റാണ്. അതായത് ഒരു ഭർത്താവിന്റെ ഒരു ഇത് നടത്തുന്ന ബന്ധം വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പണികളെല്ലാം തീർത്ത് വരികയാണെങ്കിൽ ചെയ്തു തരാം. എങ്ങനെയായിരുന്നു അപ്പൊ മീര റിയാക്ട് ചെയ്തത്? അത് കേട്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. ആർക്കായാലും സങ്കടം വരും. കാരണം ഒരു അധിക പറ്റ് നമ്മുടെ ആ വീട്ടിലെ വേലക്കാരിക്ക് തുല്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതിന്റെ കൂലി എന്ന് പറയുമ്പോ ആ വീട്ടില് വേലക്കാരി അല്ല, എന്നാലും കൂലിന്ന് ജീവിതത്തിന്റെ ഒരു ഈ ബെഡ് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു കൂലിന്നായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ലല്ലോ. അത് നമ്മള് ഷോക്ക് വരും.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ബന്ധം ഉറപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വിദ്യാഭ്യാസം മുന്നോട്ടുള്ളത് കൊണ്ടുപോകണമെന്ന്. അപ്പൊ അതായിരുന്നു ഞങ്ങളുടെ കണ്ടീഷനിലുള്ള ഫസ്റ്റ് ഒരു ഇത്. അപ്പം ഇവരുടെ വീട്ടുകാർ സമ്മതിച്ചു. അതായത് പുള്ളിയുടെ അച്ഛൻ മരിച്ചു പോയാൽ തന്നെ അവരുടെ കൊച്ചാപ്പന്മാരും എല്ലാരും ഉണ്ട്. പുള്ളി വിട്ടില്ലെങ്കിലും ഞാൻ മരണപ്പെട്ട് പഠിപ്പിച്ചോളാം എന്നുള്ള ഒരു കണ്ടീഷൻ അവര് തന്നെ അത് പറഞ്ഞിട്ടാണ് ഈ സംബന്ധത്തിന് ഞാൻ ചേരുന്നത്. പക്ഷേ പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ എംഎക്ക് ഞാൻ ബി എക്കണോമിക്സ് ആയിരുന്നു, ആർട്സ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എംഎക്ക് അഡ്മിഷൻ ഞാൻ എൻട്രൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് കാര്യവട്ടം ക്യാമ്പസിൽ അഡ്മിഷൻ ആയി. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ ബി എഡിന് കൊടുത്തിട്ടുണ്ട്. ബി എഡിന് ജോയിൻ ചെയ്തു. കാരണം എംഎക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ബി എഡിന് പോകണം എന്നുള്ള ഇതിൽ ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ ആദ്യമേ ആ കോളേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എംഎക്ക് അഡ്മിഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ടിസിയും കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് എല്ലാവരുടെ മേടിച്ചിട്ട് നമുക്ക് അടുത്തതിൽ ജോയിൻ ചെയ്യാൻ അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എംഎക്ക് അഡ്മിഷൻ ആയ സമയത്ത് അവിടെ നിന്ന് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് മേടിച്ചു. പക്ഷെ എന്നെ ബി എഡിനും വിട്ടില്ല, എംഎക്കും വിട്ടില്ല. അപ്പൊ എന്റെ പഠിത്തം അവിടെ സ്റ്റോപ്പായി. എന്ത് പറഞ്ഞു? പഠിക്കാൻ പോകണ്ട വീട്ടിൽ. അതായത് അവരുടെ ഒരു വീടിന്റെ അകത്തുനിന്നുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സ്ത്രീകൾ എന്ന് പറയുന്നത്, അതായത് പെൺകുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ രീതിയിൽ വീടിനകത്ത് അടുക്കള ജോലി ചെയ്ത് അവർ പറയുന്നത് കേട്ട് അതിന്റെ അകത്ത് ഒരുങ്ങി ജീവിക്കുക എന്നുള്ള ഒരു ഇതായിട്ടാണ് ആ വീട്ടിലുള്ള ഒരു കണ്ടിരിക്കുന്നത്. മതത്തിന്റെ ഭയങ്കര മതം ഒരു ഇതാണ്. കാരണം എന്റെ വീട്ടിൽ ഞങ്ങള് മുസ്ലിം ഫാമിലി തന്നെയാണ്. പക്ഷെ നമ്മളിങ്ങനെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലി അല്ല. അത് അവർക്ക് ഞങ്ങൾ ഫസ്റ്റ് വളയടക്കം ആ ടൈമിൽ ആ പുള്ളിക്കാരുടെ വീട്ടുകാർക്ക് മനസ്സിലാവാം എന്റെ ഫാമിലി എങ്ങനെയാണ് നടന്നിട്ട്. ഞാൻ തലയിൽ മഫ്തയോ പർദ്ദയോ ഇട്ട് നടന്നിട്ടുള്ള ഒരു പുള്ളിക്കാരത്തിയല്ല. അപ്പം അവർക്ക് അത് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് അവിടെ നടക്കുന്നത്. പക്ഷെ മതം തന്നെയാണ് കുറച്ച് കാര്യങ്ങളിൽ ഉണ്ട്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ രാവിലെ എണീക്കുക. അവർക്ക് ജോലി എന്ന് പറയുന്നത് ഒരു സീരിയലാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പാർട്ടായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കുടുംബ ലൈഫ് തകരുന്നത് സീരിയൽ ഒരു പാർട്ടാണ്. കാൽപാദത്തിലാണ് മുസ്ലിംസിന്റെ അമ്മയുടെ കാൽപാദത്തിലാണ് മക്കൾക്ക് സ്വർഗം എന്നുള്ളതുണ്ട്. ആയിരിക്കാം. പക്ഷെ ഭാര്യ എന്ന് പറയുന്ന ഒരാളിനെ കൂടി നമ്മൾ ആ പരിഗണനയ്ക്ക് കൊണ്ടുവരണം. അല്ലാതെ ഉമ്മ അത് മാത്രമല്ല ഒരു ലൈഫ്. എന്റെ ജീവിതത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ ഉമ്മ ഒരു പാർട്ടാണ്, സഹോദരൻ ഒരു പാർട്ടാണ്. അതാണ് ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ ബാധിച്ചത്. കാരണം പുള്ളിക്കാരന് ഒരു സ്വയം തീരുമാനമില്ല. പുള്ളിക്ക് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അത് അമ്മയുടെ അടുത്തും രണ്ടാമത്തെ സഹോദരന്റെ അടുത്തും ചോദിച്ചതിന് ശേഷം മാത്രമേ ആ പുള്ളിക്ക് അത് ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റൂ. നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി എടുക്കുന്ന തീരുമാനമാണ്. അല്ലാതെ വേറൊരാളുടെ ഇത് കേട്ടിട്ട് അത് എടുക്കണ്ടോ. അമ്മയുടെ വാക്ക് കേൾക്കണ്ടെന്നല്ല മാം. പക്ഷെ ആ ഒരു അമ്മയുടെ വാക്കും കൂടി കേട്ട് അനിയന്റെ അടുത്തും ചോദിച്ചിട്ട് അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം, അതായത് ഇപ്പം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും അമ്മയുടെ അടുത്ത് ചോദിക്കും, അനിയന്റെ അടുത്ത് ചോദിക്കും. അനിയനും കൺഫേം പറയണം, അമ്മയും കൺഫേം പറയണം. അതുപോലെ ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കണമെങ്കിൽ അമ്മയുടെ ഇത് വേണം, അനിയന്റെ ഇത് വേണം. അത് എല്ലാ തീരുമാനം അങ്ങനെ തന്നെയാണ്. സ്വന്തമായിട്ടൊന്നും തീരുമാനിക്കുന്നില്ല. പിന്നെ എങ്ങനെയായിരുന്നു ബെഡ്റൂമിലുള്ള കാര്യങ്ങൾ പോലും അനിയനുമായിട്ട് സംസാരിക്കാറുണ്ട്. ഇത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അനിയന്റെ രണ്ടാമത്തെ ആണ്ട് വിവാഹം കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ട് എനിക്ക് ഉറപ്പായി. അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് എല്ലാ കാര്യങ്ങളും രണ്ടാമത്തെ അനിയനുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നതെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. അമ്മയുടെ ഇൻവോൾവ്മെന്റ് നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിൽ, അതായത് ചേട്ടന്റെ ജീവിതത്തിലും അനിയന്റെ ജീവിതത്തിലും രണ്ടുപേരെ ഉപേക്ഷിക്കാൻ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പുള്ളിക്കാരൻ വിവാഹം ചെയ്തു. അത് അവരുടെ റിലേറ്റീവിന് തന്നെയാണ് വിവാഹം ചെയ്ത് കൊണ്ടുവന്ന് അവള് നല്ല ക്യാഷ് ടീമിലുള്ള കുട്ടിയാണ്. അപ്പം അവർ തമ്മിൽ റിലേറ്റീവ് ആയതുകൊണ്ട് കൂടി വെച്ചിട്ടാണ് മാരേജ് നടത്തുന്നത്. അപ്പൊ എനിക്കത് കുറച്ച് മുന്നോട്ടുള്ള കാര്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആ കുട്ടിയെ എടുക്കുന്നു. ഇവര് പണം കണ്ടിട്ടാണ് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഇവരെ ഇതിനെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് ഇവരെ കൊണ്ടുവന്നു. അതിനെ ഒരു 1-2 മാസം ഭയങ്കര സ്നേഹത്തോടു കൂടി നടത്തി. ഈ കുട്ടീനെ അങ്ങ് ഗൾഫിൽ കൊണ്ടുപോകുന്നു. ഗൾഫിൽ കൊണ്ടുപോയി അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. അപ്പൊ ഇവിടെ നിന്ന് അമ്മ അവിടെ ഈ സാമ്പത്തികം തന്നെയാണ് ഇത്. പിന്നെ ഇവിടെ നിന്ന് മോൻ ഓരോന്ന് ഉമ്മയെ വിളിച്ചിട്ട് മോൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. മോൻ അവിടെ വിളിച്ചിട്ട് അവള് അങ്ങനെ ചെയ്യുന്നില്ലമ്മ, അടുക്കള ജോലി ഇങ്ങനെ ചെയ്യുന്നില്ലമ്മ, അവൾക്ക് വേവിക്കാൻ അറിയില്ലമ്മ, അതാണ് അവിടെ നിന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് അവിടെ പ്രശ്നമായിട്ട് ആ കുട്ടിയുടെ ഫെലോപ്പിയൻ ട്യൂബ് വരെ ഉപദ്രവിച്ച് അത് പ്രഗ്നന്റ് ആയിരിക്കവേ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഫെലോപ്പിയൻ ട്യൂബ് പൊട്ടി അത് മരണത്തിന്റെ വലുത് പോയിട്ട് തിരിച്ച കുട്ടി റിക്കവറായി വന്നത്. കുടുംബത്തിൽ എനിക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. മാനസികമായിട്ട് ശാരീരികമായിട്ട് എനിക്ക് ഒരുപാട് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല. എന്റെ മാരേജ് കഴിഞ്ഞപ്പോൾ 6.5 വർഷമായി. ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന് കൗണ്ട് കുറവായിരുന്നു. എനിക്കൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അത് റിമൂവ് ചെയ്തു. ആദ്യം ചെയ്യണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കുട്ടികൾ ഉണ്ടാവത്തിന്റെ പേരിൽ മച്ചിന്ന് വരെ എന്നെ വിളിച്ചു.
അങ്ങനെ എന്നെ ഒരുപാട് ഇതാക്കിയിട്ടുണ്ട്. ഭർത്താവാണോ അതോ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഭർത്താവിന്റെ കൗണ്ട് കുറവ് കാരണമാണ് പ്രഗ്നന്റ് ആവാത്തല്ലേ? എന്നിട്ടും മച്ചീന്ന് വിളിച്ച സമയത്ത് മീരയുടെ ഒരു എന്തായിരുന്നു ഫീലിംഗ്? കാരണം എന്താ വെച്ചാൽ ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഇതാണ്. മച്ചി എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം ഒരു അറവശാലയിലേക്ക് ഒരു മച്ചിപ്പശു എന്ന് പറയുമ്പോഴത്തേക്ക് അറവശാലയിലോട്ടേക്ക് നിൽക്കുന്നതിന് തുല്യമാണ്. അതല്ലേ മച്ചി എന്ന് പറഞ്ഞാൽ നമ്മള് അത് വെച്ചിട്ട്. അപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലോട്ട് തള്ളപ്പെടേണ്ട എന്നുള്ള രീതിയിലല്ലേ അവര് പറഞ്ഞത്. നമുക്കത് ഒരു പ്രാവശ്യമാണോ നിരന്തരം എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു തവണ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ആർക്കാണ് പ്രശ്നമൊന്നും പറഞ്ഞിട്ട് ഈ അമ്മ തന്നെ പറയുന്നു കൊണ്ടുപോയി ചികിത്സയിലിടാ, ആർക്കാണെന്ന് തെളിയണം എന്ന് പറഞ്ഞു. അത് ദൈവം കേട്ടു. കാരണം കൊണ്ടുപോയി അന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഫസ്റ്റ് വന്ന് കണ്ടുപിടിച്ചത് പുള്ളിക്കാരന് കൗണ്ടില്ല എന്നുള്ളത്. പക്ഷെ എന്നിട്ടും ആ പുള്ളിക്കാരനാണ് പ്രശ്നം അവരുടെ വീട്ടിൽ ഞാനോ പറഞ്ഞിട്ടില്ല. ഭർത്താവിന് എങ്ങനെയായിരുന്നു മീരയായിട്ടുള്ള ഒരു അഫെക്ഷൻ ഒക്കെ? 6 മാസം ഞാൻ പറഞ്ഞില്ലേ മാം, ഒരു ഡിലേ വെച്ചിട്ടാണ് ഞങ്ങളുടെ കല്യാണം വന്നത്. അപ്പൊ ആ 6 മാസം ഈ പുള്ളിക്കാരന് നല്ല സ്നേഹമായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞു, ഗൾഫിലാണ് പുള്ളി. അപ്പം 3 മാസത്തെ ലീവിന് വന്നു. 1 മാസം നമുക്ക് കുഴപ്പമില്ലാന്ന് എനിക്ക് പറയാം. 1 മാസം കഴിയുമ്പോൾ പുള്ളിയുടെ സ്വഭാവം മൊത്തത്തിൽ മാറി. മീര പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്മ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോഴേക്കും പറഞ്ഞു, പെണ്ണിനെ പറഞ്ഞു വിടട്ടെ, അങ്ങനെ എന്തോ ഒരു സംഭവം ജോലിക്ക് കൊണ്ടുവന്നത്. അതായത് കല്യാണം കഴിഞ്ഞ് ഞങ്ങളെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ അന്ന് പെണ്ണിന്റെ വീട്ടിലാണ് ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളും. പിറ്റേ ദിവസം ഞങ്ങൾ വിളിച്ചിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ബെഡ്റൂമിൽ നിന്നപ്പോഴത്തേക്ക് ഉമ്മ തൂക്കുന്നു. അപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരൻ ചെന്നിട്ടുണ്ട് പെണ്ണിനെ വിളിച്ച് തൂപ്പിക്കണമെന്ന് നോക്കുമ്പോൾ ഇത് ആദ്യത്തെ ദിവസം അല്ലേ ഇടാ. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ജോലിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ആദ്യത്തെ ദിവസം തന്നെ ഒരു മോള അല്ലെങ്കിൽ മരുമോള അങ്ങനെ തൂക്കുക ജോലിക്ക് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇതില് ഇറക്കാറില്ല. എല്ലാരും ഒരു വിരുന്നൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ചെയ്യാനായിട്ടൊക്കെ ഇറങ്ങും. പക്ഷെ അതെനിക്ക് ആഹാരത്തിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് കേട്ട ഒരു ഫണ്ണി ആയിട്ട് നമുക്ക് തോന്നും മാം. കാരണം ഇവരുടെ വീട്ടിൽ എല്ലാ ദിവസവും കല്യാണം ഉണ്ടാവും. ഫാമിലിന്ന് ബന്ധുക്കളും റിലേറ്റീവ് അങ്ങനെയുള്ള രീതിക്ക് കല്യാണം വരും. അപ്പം മിക്കുള്ള ദിവസം ഈ വെള്ളി ശനി ദിവസങ്ങളിൽ മാത്രം ഒരിക്കലും കല്യാണം ഇല്ലാതെ വരും. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവർ കല്യാണത്തിന് പോയിട്ട് ഫുഡ് വെക്കാതെ പോകും. അപ്പൊ എനിക്കെന്ന് പറഞ്ഞപ്പോ ചോറ്, കരിവാട് വറുത്തത്, ഒരു തൈര് കറി ഇതായിരിക്കും. പിന്നെ വീട്ടിൽ സാധനം വാങ്ങിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിറങ്ങി പോകുന്നു. അപ്പൊ നമുക്ക് അതിൻ്റെതായ പരിമിതി ഉണ്ട്. ഞാൻ പച്ച ചോറ് കഴിച്ച് ഞാനും അല്ല എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞ ആ കുട്ടിയും കഴിച്ചിരുന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കെയർ ചെയ്യാറില്ല. നമ്മൾ പറഞ്ഞത് അവർ അംഗീകരിക്കാറുമില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനം വാങ്ങിക്കുന്നു, അവർ വേവിക്കുന്നു, കഴിക്കുന്നു. അതാണ് അവരുടെ രീതി. നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ തന്നെയും ആദ്യമേ അവരെടുത്തുകൊണ്ടേ കഴിക്കും. നമുക്കുണ്ടോ ഇല്ലയോ എന്ന് പോലും അവര് നോക്കാറില്ല. കാരണം അവസാനമായപ്പോഴത്തേക്ക് ഞാനും ആ കുട്ടിയും ചോറും കറികളും എടുത്തിട്ട് മാറ്റി ഞങ്ങൾ വെച്ചിട്ട് കഴിച്ച ദിവസങ്ങളുണ്ട്. അനിയത്തി ഞാനും അനിയത്തി ഇന്ന് വരെ ഒരു പ്രശ്നവും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ നല്ല. പിന്നെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിനിടയിൽ എന്തോ പ്രോപ്പർട്ടിയുടെ പ്രശ്നങ്ങൾ. പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം കല്യാണം കഴിഞ്ഞപ്പോഴേ വന്നു തുടങ്ങി. അപ്പം ഒരു 3-4 ചർച്ചകൾ ബന്ധുക്കളായിട്ട് വന്നപ്പോൾ അമ്മയാണ് പ്രശ്നമാണ്. പ്രശ്നം ജോലി, വിദ്യാഭ്യാസം. പിന്നെ ജോലിയാണ് ഒരുപാട്. കാരണം ഇട്ടങ്ങ് ചെയ്യിക്കും. അതായത് മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് ഇറച്ചി പത്തിരി എന്ന് പറയുന്നത് ഒരു എനിക്ക് കുക്കിംഗ് കുറച്ചൊക്കെ അറിയാം. പക്ഷെ ഈ രീതിയിലല്ല എന്നെ വളർത്തി ഇതാക്കിയിട്ടുള്ളത്. നമ്മൾ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് വരുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ആദ്യം ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പൊ നമ്മളെ വീട്ടിലെ ചിട്ടയായിരിക്കില്ല മറ്റൊരു വീട്ടിൽ വരും. പക്ഷെ ഫസ്റ്റ് ഞാൻ ആ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ കാണുന്നത് ഈ ഉമ്മ 11 മണിക്കാണ് ഉറക്കം എണീറ്റ് വരുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഉറങ്ങുന്നു. ഞാൻ എണീറ്റ് ഫസ്റ്റ് വന്ന് നോക്കുമ്പോഴത്തേക്ക് രണ്ടാമത്തെ പയ്യൻ പാത്രം കഴുകുന്നതാണ് ഞാൻ കാണുന്നത്. എന്റെ വീട്ടിൽ അങ്ങനെയല്ല, എന്റെ അമ്മയാണ് പാത്രം കഴുകിക്കുന്നത്. അങ്ങനെ ആണ് ചെയ്യുന്നു, പെണ്ണ് ചെയ്യുന്നു, അതല്ല. അപ്പൊ ഞാൻ തന്നെ തിരിച്ചു വന്നിട്ട് സ്ട്രക്കായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നില്ല എനിക്കറിയില്ല. അപ്പൊ അവര് പറഞ്ഞു വെച്ചാൽ എന്റെ അമ്മ 11 മണിക്കാണ് ഉറക്കം എണീറ്റ് വരുന്നത്. അവർക്കുള്ള ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കി വെക്കണം. അതാണ്. അവര് 11 മണിക്ക് വരുന്നു, കുളിക്കുന്നു, ഈ ഫുഡ് എടുക്കുന്നു, ടിവിയുടെ മുമ്പ് ഇരിക്കുന്നു, കഴിക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം അടുക്കള ജോലി അറിയില്ല എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട്. പിന്നെ ഒയ്യാരപ്പിള്ളയായിട്ടാണ് എന്റെ വീട്ടുകാർ എന്നെ വളർത്തി എന്നുള്ള രീതിക്ക് ഒരുപാട് കമന്റ് വരുന്നതെന്ന് വന്നിട്ടുണ്ട്. അവര് എന്നെ കണ്ടിട്ടല്ല വന്നത് എന്നുള്ളത് എനിക്ക് ആ ഒരു മാസത്തിനകത്ത് തന്നെ എനിക്ക് മനസ്സിലായി. അവർക്ക് പണം അതായിരുന്നു അവരുടെ ഉദ്ദേശം. കാരണം എൻ്റെ അടുത്ത് ചോദിച്ചത് ബാക്കി എൻ്റെ അച്ഛന് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്, അതെല്ലാം ഇവർക്ക് അറിയാം. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചത് എനിക്ക് തന്നതിന് ശേഷം ബാക്കിയുള്ളത് എന്നാണ് എൻ്റെ പേരിൽ എഴുതണേന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്ത വില പറഞ്ഞു, എനിക്ക് ഒരു അനിയനുണ്ട്, അവന് കൊടുത്തിട്ട് എന്തെങ്കിലും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മരണശേഷം ഉണ്ടെങ്കിൽ അതെനിക്ക് എഴുതും ആയിരിക്കും, അതെനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കി വെച്ചാൽ അവർക്ക് പണമാണ് എന്നുള്ളത്. അത് കഴിഞ്ഞു
അങ്ങനെ പ്രശ്നങ്ങൾ ഓരോ ദിവസം അടിക്കുക. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയുമ്പോ എന്തിന്റെ തന്നെ പേരിലാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഉപദ്രവിക്കുന്ന അമ്മ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത വാക്ക് കേട്ടിട്ടായിരിക്കും അടി. എന്തായിരിക്കും എന്തെങ്കിലും ഈ ഫുഡിന്റെ കാര്യത്തില്, പറയുന്നത്? ജോലിയുടെ കാര്യത്തില്, പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും എന്റെ വീട്ടിൽ വിളിച്ച് പറയുന്നു എന്നുള്ളതാണ്. അതെനിക്ക് പറഞ്ഞേ പറ്റൂ മാം. കാരണം എന്റെ മനസ്സിൽ എനിക്ക് ഒരുപാട് മുറുക്കി വെക്കണ്ട. ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നതാണ്. അപ്പൊ അവര് ആദ്യം ക്ഷമിച്ച് ജീവിക്കുക, അത് മാറും മാറും എന്നുള്ളത് തന്നെയായിരുന്നു. ഓക്കെ, അത് എല്ലാ വീട്ടിലും പറയുന്നതാണ് ക്ഷമിക്കൂ എന്നുള്ളത്. പക്ഷേ ഓരോ ദിവസം കൂടുതൽ എന്റെ പ്രതീക്ഷയും മാറും, പുള്ളി മാറും, നേരെ ആവുമായിരിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയപ്പം വീണ്ടും പ്രശ്നം ഇതാണ്. ഞാൻ പഠിക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞിട്ടാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്നെ പഠിക്കാൻ വിടണം. അപ്പൊ അത് തെറ്റിച്ചപ്പോ അത് എനിക്ക് സഹിക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ PSC കോച്ചിങ്ങിന് ഞാൻ പോയപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ അമ്മാച്ചൻ വിളിക്കുന്ന തെറി കേട്ടിട്ട്, ഞാൻ ഈ പഠിക്കാൻ പോയത് മറ്റു ആണുങ്ങളുമായിട്ട് അഴിഞ്ഞാടാൻ പോകുന്നു എന്നുള്ള രീതിക്ക് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ആ പഠിത്തവും ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അവിടെ വെച്ച് എന്റെ പഠിത്തം ഞാൻ ഉപേക്ഷിച്ചു. ഇവർ പറയുന്ന എന്ത് ഡിമാൻഡ് ഞാൻ അംഗീകരിച്ചിട്ടേ ഉള്ളൂ. ഓരോ ഇത് കൂടുമ്പോഴത്തേക്കും പഠിക്കാൻ പോകാൻ പാടില്ല, എന്റെ വീട്ടിലേ നിൽക്കാൻ പറ്റുള്ളൂ, അതായത് സ്വന്തം വീട്ടിൽ, അതായത് ഭർത്താവിന്റെ വീട്ടിലേ നിൽക്കാൻ പറ്റുള്ളൂ. ആദ്യം അതെല്ലാം ഞാൻ അംഗീകരിച്ചു. അവസാനം എന്റെ സ്വഭാവം ശരിയല്ല എന്നുള്ള രീതിക്ക് സംസാരം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അത് എന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നേരെ ആവുമ്പോൾ ഞാൻ വരാന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറയാറുണ്ട്. വീട്ടുകാർ ഇപ്പോഴും എനിക്ക് സപ്പോർട്ടാണ്, അന്നും എനിക്ക് സപ്പോർട്ടാണ്. പക്ഷെ ഒരു ബന്ധം മുറിച്ചെറിഞ്ഞിട്ട് ഇറങ്ങാനല്ല അവര് പറഞ്ഞത്, നേരെയാവും, നമുക്ക് നോക്കാം, സമാധാനപ്പെടൂ എന്നുള്ള രീതിക്കായിരുന്നു അവർ ചെയ്തത്. അറിയായിരുന്നു. ആദ്യമൊക്കെ എന്റെ വീട്ടുകാർ അങ്ങനെ ഇതാക്കി എടുത്തില്ല, ചെറിയ രീതിക്കല്ലേ ഉള്ളൂ എന്ന് വെച്ചിരുന്നു. പിന്നെ ഈ പ്രശ്നം എന്നെ കെയർ അത്ര വലിയ രീതിയിൽ ചെയ്യത്തില്ല. എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നാലും ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ കുറ്റം പറയുന്നതല്ല, ഇപ്പൊ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ തന്നെയായിരിക്കും. എങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് എനിക്കത് കുറവില്ല. ഇതിന് കൊടുക്കാം. അതെ, മനഃപൂർവ്വം ചെയ്യത്തില്ല. അവർക്ക് ക്യാഷ് ആണ്, എവിടെ പോകും പൈസ പോകുന്നു, അവർക്ക് അത് പറ്റത്തില്ല, അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അല്ല, അനിയത്തിയുടെ കാര്യത്തിലോ തന്നെ. അവരുടെ സ്വന്തം കാര്യത്തിലാണെങ്കിൽ വലിയ ഹോസ്പിറ്റൽ